സാധാരണക്കാരായ ആളുകളും പരസ്യമായിട്ട് കാര്യങ്ങൾ സ്വീകരിക്കാറുണ്ടോ? ഇഞ്ഞതാൾ കൊണ്ട് പാവം ഇഞ്ഞതാൾ കൊണ്ട് അല്ല ദേ എടുത്തിട്ട് അവിടെ കൊണ്ട് കാണിച്ചാലേ അതെന്താ ഗൗരിക്കുട്ടി ചക്ക കണ്ടാലേ തിന്നോളാ. ഗൗരിക്കുട്ടിക്ക് ആളെ കുറച്ച് പറിച്ചുകൊണ്ടുപോവാൻ ആൾക്ക് കുറച്ച് പഴുക്കും തന്നെയുള്ളൂ. മുളഞ്ഞ് ഭയങ്കര കേട്ടോ. കഴിയട്ടെ കേട്ടോ വാങ്ങി കേട്ടോ അതൊക്കെ കഴിയട്ടെ. ഇതൊക്കെ കഴിയട്ടെ. കേട്ടോ കഴിഞ്ഞില്ലേ? എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വരിക. നായക്ക് എന്തായാലും വീട്ടില്ല. അല്ല അങ്ങനെ ഇപ്പൊ പോകണ്ടില്ല. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിപ്പിക്കണം. മോളെ നമ്പർ നോട്ട് നമ്പറില്ല ചേട്ടനെ എനിക്കപ്പാ വിളിച്ചിട്ടില്ല. കുട്ടിക്ക് പേരിട്ടോ ചേട്ടാ ചേട്ടാ സോഡ സോഡ അതെന്താ വീട്ടിൽ നല്ല വെള്ളം കിട്ടില്ലേ? വീട്ടിൽ അത്ര വെള്ളം പിന്നെ സോഡ കുറേശ്ശെ 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 സോഡ ആ സോഡ 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 അപ്പൊ അതിന്റെ ആള് കാര്യം ചെയ്യും. ആ വണ്ടിക്കകത്ത് തന്നെ പെട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തോളൂ. അപ്പൊ സോഡ ഓടും കണ്ടാ അവർക്ക് കൊതിയോ വിട്ടോടുന്ന ഈ വിഷം കൊണ്ടൊക്കെ പഞ്ഞു അറിയോ. കഴിഞ്ഞില്ലേ? അടിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ചന്ദന മാഫിയ മനഃപൂർവ്വം സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ മറവിൽ ചന്ദനക്കൊള്ള വ്യാപകമാക്കുകയാണെന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമ സംഭവങ്ങൾ നടന്ന 3 ദിവസം കൊണ്ട് 15 കോടിയിലധികം രൂപയുടെ ചന്ദനം ഇവിടെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു. 52 നമ്പർ ചന്ദന റിസർവിലെ ആനക്കാപ്പട്ടി, നമ്പുവയൽ, പയസ് നഗർ, കടുക്കന്തറ, പാറപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്ന്
300-ലധികം ചന്ദനമരങ്ങളാണ് കൊള്ളയടിച്ചത്. ആനക്കാപ്പട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ പിടിച്ചു വച്ചിരുന്ന 700 കിലോ ചന്ദനവും മോഷ്ടിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. വനമേഖലയിൽ പാമ്പൻമലയ്ക്ക് സമീപമാണ് ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ മുറിച്ചു നീക്കിയിട്ടുള്ളത്. അതേസമയം മറയൂരിൽ ചന്ദനമാഫിയയെ പോലീസ് സഹായിക്കുകയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മൂന്നാർ ഡിവൈഎസ്പി പീറ്റർ ബാബു പറഞ്ഞു. മറയൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിൽ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം